എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ലമ്മേ. ഇനി മോനൊന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. എന്റെ കുഞ്ഞിനെ തൊട്ടാ കൊല്ലും ഞാൻ. ഇത്രയ്ക്ക് വാശി പാടില്ല കേട്ടോ രാജു. ഞാനിപ്പോ വരാം. എന്താ പ്രതാപേട്ട അത്? ആ കുഞ്ഞ് പുറത്തു നിന്ന് മഴ മുഴുവൻ നനയാ. ഇങ്ങനെ കണ്ണു ചൊറിയില്ലാതെ പ്രതാപേട്ടൻ പെരുമാറരുത്. അംബിക ചേച്ചി എന്ത് നുണ പറഞ്ഞ് പരത്തിയാലും അത് പ്രതാപേട്ടന്റെ മോളാ. അത് പ്രതാപേട്ടൻ മറക്കല്ലേ. ഋതു, ഞാൻ ഒരു പ്രാവശ്യം കൂടി നിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഞാനില്ല, ഞാൻ വരുന്നില്ല. മോളെ, മോളെ, ഇവരെ വിളിച്ചു വരുത്തിയോ? എന്താ മോളെ? അമ്മ, അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നോട് രാജു അത് വിളിച്ച് പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞാൻ. വാ, നമുക്ക് രാജുവിന്റെ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ പോവാം. ഇല്ല, ഞാനിങ്ങോട്ട് വരില്ല. അച്ഛൻ എന്നെ തിരിച്ചു വിളിക്കും വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഇവിടെ കിടന്ന് ഞാൻ മരിക്കും. മോളെ, ഇല്ലമ്മേ, അച്ഛൻ ചതിക്കപ്പെടാൻ പോവാ. അച്ഛന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ സംസാരിച്ച് അതിന് അച്ഛൻ എന്നെ പുറത്താക്കി. മോളെ, പറയുന്ന അനുസരിക്കും മോളെ. ഇല്ല, ഇക്കാര്യം മാത്രം ഞാൻ അനുസരിക്കില്ല. അച്ഛനെ തിരിച്ചു വിളിക്കട്ടെ. അമ്മ, ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി, അനുസരിക്കുന്നില്ല. ഒടുവില ഞാൻ ഫോണിൽ അമ്മയെ വിളിച്ച് പറഞ്ഞത്. മോളെ, ഇല്ല, തിരിച്ചു വിളിക്കും വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇതെന്റെ വീടാ. എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അംബികയുടെ മുന്നിൽ തോൽക്കുന്നതിനേക്കാളും ഭേദം മരണോ. അംബികയുടെ വാക്ക് കേട്ട് അച്ഛൻ എന്നെ പുറത്താക്കിയത്. അച്ഛൻ തിരിച്ചു വിളിക്കട്ടെ.